നിയമങ്ങളാലും രാഷ്ട്രീയ അജണ്ടകളാലും ആക്രമിക്കപ്പെട്ട ഒരു കുടുംബം. അതിൽ അവളും ഇരയായിരുന്നു. താൻ അനുഭവിച്ച ക്രൂരതകൾക്ക് മറുപടി കൊടുക്കാൻ തീരുമാനിച്ച അവൾ ഇന്ന് കൈറാനിയുടെ MP ആണ്. BJP രാഷ്ട്രീയത്തിന്റെ ഹിന്ദുമത പ്രവണതകളെ അപ്പാടെ തച്ചുടച്ച് കൈറാന MP ആയി മാറി 29-കാരി ഇക്ര ഹസൻ. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരി അല്ലെങ്കിലും ആദ്യ ചുവടുവെപ്പിൽ തന്നെ BJP സ്ഥാനാർത്ഥി പ്രദീപ് ചൗധരിയെ 69,000 ഭൂരിപക്ഷം വോട്ടിന് തോൽപ്പിച്ചാണ് കൈറാനയെ ഇക്ര തന്റെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കുന്നത്. ലണ്ടൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദാനന്തര ബിരുദം നേടിയ 29-കാരിയായ മീറത്ത് ഇക്ര ഹസൻ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളായി ചരിത്രം സൃഷ്ടിച്ചു. തൊഴിൽ വിലക്കയറ്റം, തന്റെ മണ്ഡലത്തിന്റെ പ്രശസ്തി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളെ മുൻനിർത്തിയായിരുന്നു ഇക്രയുടെ വിജയം. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അയൽപ്രദേശമായ പാനിപ്പത്തിലേക്ക് രാവിലെ യാത്ര ചെയ്യുന്നു. അവർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതിനാൽ ഉപജീവന മാർഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല. കൈറാനയിൽ വിപണി ഇല്ലാത്തതിനാൽ നെയ്ത്തുകാരാണ് പാനിപ്പത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഗംഗോയിൽ ഒരു സ്വകാര്യ സർവകലാശാല ഒഴികെ സമീപത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം പെൺകുട്ടികളും 12ാം ക്ലാസ്സിന് ശേഷം പഠനം ഉപേക്ഷിക്കുന്നു. ഈ അവസ്ഥകൾ മാറ്റിത്തിരുത്തുന്നതിനായിരുന്നു ഇക്ര ഇലക്ഷനിൽ മത്സരിച്ചത്. കൈറാനിയിൽ നിന്നുള്ള MP-മാരായിരുന്ന മുൻവർ ഹസന്റെയും തബസു ഹസന്റെയും മകളായ ഇക്ര കുട്ടിക്കാലം മുതൽ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ സൂക്ഷ്മതകൾ പഠിച്ചു. 2008 ഡിസംബറിൽ ഒരു അപകടത്തിൽ പിതാവിന്റെ മരണശേഷം രാഷ്ട്രീയ കുടുംബത്തിൽ അംഗമായതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 2021 ഫെബ്രുവരിയിൽ കൈറാനയിൽ നിന്ന് 2 തവണ മുൻ MP ആയ അവളുടെ അമ്മ തബസു ഹസനും അവളുടെ സഹോദരൻ നഹീദ് ഹസനും കൂടാതെ മറ്റ് 40 പേർക്കുമെതിരെ ഗുണ്ടാ നിയമപ്രകാരം കേസെടുത്തു. 2016 അവസാനം വരെ നഹീദിനെതിരെ 7 കേസുകളും 2017 മുതൽ 11 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കീഴ്ക്കോടതികളിൽ നിന്ന് 17 കേസുകളിൽ ജാമ്യം നേടിയ അദ്ദേഹത്തിന് 10 മാസത്തോളം ജയിൽ കിടന്നതിന് ശേഷം ഗുണ്ടാ നിയമപ്രകാരം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. രാഷ്ട്രീയ പകപോക്കലായിരുന്നു ഇക്രയുടെ കുടുംബത്തിന് ഉണ്ടായ ഈ അവസ്ഥയ്ക്ക് കാരണം. അവൾ കൈറാനയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് തുടർ പഠനത്തിനായി ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിൽ 12ാം ക്ലാസ് പൂർത്തീകരിച്ചു. PhD പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കുടുംബത്തിന് മേൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവളുടെ പഠനത്തെ മുടക്കി. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ഇന്ത്യയിൽ തിരിച്ചെത്തിയ അവൾ ജയിലിലായിരുന്ന സഹോദരന്റെ കേസ് കൈകാര്യം ചെയ്തു. ആ ദിവസങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇക്ര പറഞ്ഞു, എന്റെ സഹോദരനെ ജയിലടയ്ക്കുകയും അമ്മയ്ക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയും ചെയ്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരുന്നു അത്. നഹീദ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്ന് മത്സരിച്ചെന്നും അവന്റെ മുഴുവൻ പ്രചാരണം അവൾ കൈകാര്യം ചെയ്തെന്നും അതിനുശേഷം അദ്ദേഹം 3ാം തവണ കൈറാന മണ്ഡലത്തിൽ നിന്ന് MLA ആയെന്നും ഇക്ര പങ്കുവച്ചു. 2023 ജനുവരിയിൽ നഹീദ് ജാമ്യത്തിൽ പുറത്തിറങ്ങി. 2 വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ കൈറാന ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇക്രയോട് ആവശ്യപ്പെട്ടു. ഈ ഉപദേശമാണ് ഇക്ര ഹസനെ ഇന്നത്തെ MP പദവിയിലേക്ക് നയിച്ചത്. അഖിലേഷ്ജിക്ക് എന്നിലുള്ള വിശ്വാസമാണ് തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ എനിക്ക് 2 വർഷം നൽകിയത്. എല്ലാ ജാതിയിലും സമുദായത്തിലും പെട്ട ആളുകളുമായി ബന്ധപ്പെടാൻ ഞാൻ ഈ സമയം ഉപയോഗിച്ചു. ഒടുവിൽ അവരുടെ വോട്ട് നേടുന്നതിന് ഞാൻ വിജയിച്ചു. ഇലക്ഷൻ സമയത്ത് ഇക്രയ്ക്ക് നേരെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ എതിർ പാർട്ടികൾ നടത്തിയിരുന്നു. എങ്കിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇക്ര വിജയിച്ചത്. ഇക്രയുടെ മുത്തച്ഛൻ അക്തർ ഹസൻ 1984 കോൺഗ്രസ് ടിക്കറ്റിൽ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അവളുടെ പിതാവ് മുൻവർ ഹസൻ രാജ്യസഭ, ലോകസഭ, നിയമസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു. അവളുടെ അമ്മ 2 തവണ ലോകസഭയിൽ കൈറാന മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. സഹോദരൻ നഹീദ് ഹസൻ 3ാം തവണയും കൈറാന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. രാഷ്ട്രീയത്തിൽ ഇക്രയുടെ മാതൃക എന്നും അവളുടെ പിതാവായിരുന്നു. 15 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഇന്നും ഇക്ര പിന്തുടരുന്നു. തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും ഹിന്ദുക്കളെല്ലാം കൈറാനയിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്ന BJP വ്യാജ അജണ്ടയാൽ തകർന്ന കൈറാനയുടെ പ്രശസ്തി വീണ്ടെടുക്കുന്നതിനും കൂടിയാണ് ഇക്ര MP സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചത്.